സാറേ എന്താ താമേച്ചേ? 10:30 ആയല്ലോ. സാറേ ബസ് താമേച്ച വന്ന, അതുകൊണ്ടാ താമേച്ചേ. ബസ്സോ? അതിന് നീ ബസ്സിലല്ലല്ലോ വരുന്നത്, നിന്റെ ഇവിടെ അപ്പുറത്തല്ലേ? സാറേ 9:15 ബസ്സുണ്ട്, അത് വീടിന്റെ ഫ്രണ്ടിലെത്തി ഒരു ഹോൺ അടിക്കും, അപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. പിന്നെ അരമണിക്കൂർ കൊണ്ട് പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് 10 മണിക്ക് മുമ്പ് സ്കൂളിൽ വരും. പക്ഷെ ഇന്ന് ചതിച്ച് സാറേ, ആ ബസ് വന്നപ്പോൾ 9:45. പിന്നെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോൾ 10:30 ആയി സാറേ. ആണോ? എങ്കിൽ ആ കൈ അങ്ങ് നീട്ടിയാട്ടെ. ആ ഇനി കേറ്. അല്ല സാറേ, ഇന്ന് നോട്ട് കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് വരണേന്ന് പറഞ്ഞായിരുന്നു. ആ നീ കംപ്ലീറ്റ് ആക്കിയോ? ഇല്ല, അതിന്റെയും കൂടെ തന്നായിരുന്നെങ്കിൽ. ആ എങ്കിൽ കൈ നീട്ടെ. ഇനി കേറിക്കോ. സാറേ ഇന്ന് ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞായിരുന്നു. ആ ഞാനങ്ങ് മറന്നുപോയി. നീ പഠിച്ചിട്ടാണോ വന്നേ? ഇല്ല, അതുടങ്ങി തന്നായിരുന്നെങ്കിൽ. എങ്കിൽ കൈ നീട്ട്. അരാ ഇനി ഞാൻ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ? ഇല്ലില്ല. എങ്കിൽ കേറിക്കോ. എടാ നിനക്കെന്താടാ വട്ടാന്നുള്ള തല്ലെല്ലാം കൂടെ വാങ്ങിച്ചോണ്ട് കയറാൻ? എടാ നിനക്ക് ഇതിന്റെ സൈക്കോളജി അറിയാത്തോണ്ടാ. എടാ ഞാൻ താമസിച്ച് വന്നാൽ എന്തായാലും സാറിനെ തല്ലും. അപ്പൊ പിന്നെ ഒരുമിച്ച് എല്ലാം കൂടെ വാങ്ങിച്ച അത്ര വേദന എനിക്ക് കുറഞ്ഞു കിട്ടത്തേ ഉള്ളൂ. അല്ലെ പിന്നെ ഒരു വട്ടം വാങ്ങിച്ച് അതിന്റെ വേദന മാറി പിന്നെ വാങ്ങിച്ച അത്ര വേദന എനിക്ക് കൂടുതലാവും. അപ്പൊ അതിലിപ്പോ അത് ഒരുമിച്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്രയും വേദന കുറഞ്ഞ് സെറ്റ്. അല്ലെ പിന്നെ ഈ തല്ലെല്ലാം കൂടെ ഒരുമിച്ച് മേടിക്കാൻ എനിക്ക് എന്താ പറ്റോ? എടാ പൊട്ട, അതിനിപ്പോ നമുക്ക് സാറല്ല, സാറിന്റെ പീരീഡ് ഇപ്പൊ MA ടീച്ചറാ. ടീച്ചർ എന്തോ സ്റ്റാഫ് റൂമിൽ പോയപ്പോ സാർ എന്തോ പറയാൻ വേണ്ടി കയറിയതാ. ഇന്ന് ഞാനില്ലെന്ന് കരുതി ആരും സന്തോഷിക്കണ്ട. നാളെ ഫസ്റ്റ് പീരീഡ് ഞാനാന്നറിയാലോ. നോട്ട് കംപ്ലീറ്റ് ആക്കി പഠിച്ചിട്ട് വേണം വരാൻ. അപ്പൊ സാറേ നാളെ എനിക്ക് തല്ലില്ലല്ലോ? ഇല്ലില്ല. അല്ല ഉണ്ട്. ഇന്ന് നീ ചോദിച്ചു വാങ്ങിച്ചതാ, നാളെ ഞാൻ ചോദിക്കാതെ തരാം. എല്ലാരും പഠിച്ചോണ്ട് പറഞ്ഞേ നാളെ.